തറവാടിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് അച്ഛനെയും ധിക്കരിച്ച് നീ കമലയുടെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചിരുന്നോ ഇതുപോലൊരു ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന്? വേദയുടെ കാര്യത്തിൽ നീ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടിട്ടാണ് ആ കുട്ടി ഇറങ്ങി വന്നത് എങ്കിൽ ഇന്ന് ആ കുട്ടി ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സുധാകര, നീ അത് അംഗീകരിക്കണം. നീയും ജീവിതം തുടങ്ങുമ്പോൾ നിൻ്റെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത്, ഒരു മുറിയും ഒരു ചായ്പുമായിട്ട് ജീവിതം തുടങ്ങിയവരല്ലേ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചപ്പോൾ നിങ്ങൾ ആ കൈവിട്ട് വന്ന സൗകര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സുധാകരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങി വന്നതിനൊരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ, മറിച്ചല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ശരിയാണ്, ഇവിടെ മറിച്ചാണ്. സമൂഹത്തിലുള്ള എല്ലാവരും ആദ്യം പ്രേമിക്കും, പിന്നെ നല്ല രീതിയിൽ ജീവിക്കും. ചിലർ നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കത്തില്ല. എന്നാൽ ചിലരോ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ ഒരു നിശ്ചയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ അങ്ങനെയാണെങ്കിലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാം. പ്രേമമില്ലാത്ത ആൾക്കാർ ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ആ പ്രേമമില്ലാത്ത ആ കുടുക്ക് ഒഴിഞ്ഞു പോയവരുമുണ്ട്. നമ്മളതൊക്കെ അംഗീകരിക്കണം. ഇനി മറ്റു ചിലരുമുണ്ടല്ലോ, പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പ്രേമമില്ലാതായവരുമുണ്ട്. ഇനി ഈ രണ്ട് കൂട്ടത്തിൽ പെടാത്ത ആൾക്കാരുമുണ്ട്. ഇതിൽ പെടാത്തവർ തന്നെയാണ് നമ്മുടെ വിക്രവും വേദയും. ഒരു തീരുമാനത്തിന് പുറത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കാൻ വന്ന ആളാണ് വേദ. അവളുടെ കൂടെ ജീവിക്കത്തില്ലെന്ന് ഉറപ്പിച്ച് വിക്രം. എന്താണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ ഒരു കുടുക്ക് വീണ് കഴിഞ്ഞു. ഇനി അവർക്ക് മാറാൻ പറ്റില്ല സുധാകര എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സുധാകരനോട് മുഖത്ത് നോക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ തിരഞ്ഞെടുത്തതാണ് അവരെ. മനുഷ്യർക്ക് പിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട് കേട്ടോ, ഈ വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അവരുടെ മുത്തശ്ശിയുടെ വായിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നാളെ നടന്നു കഴിയുമ്പോൾ പറയാം അത് പ്രാവർത്തികമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പം ഞാൻ വിശ്വസിക്കാം, തീരുമാനമെടുക്കാം. നീ ഏതൊക്കെയാലും സമ്മതിക്കേണ്ടി വരും സുധാകര എന്നൊക്കെ നമ്മുടെ അച്ഛമ്മയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് കല്യാണത്തിൻ്റെ സൽക്കാരങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷത്തേക്കിനും എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, നമ്മുടെ ശ്രീനിവാസൻ്റെ സഹാവും ഉണ്ട് കേട്ടോ, ലുട്ടാപ്പിയുണ്ട്, ജോസഫും ഉണ്ട്. അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പറയും, ഇന്നത്തെ നാളെ അവൻ്റെ ദിവസമല്ലേ, അപ്പോൾ അവനെ വെറുതെ റൂമിലിരിക്കാൻ വിടണ്ടായിരുന്നു, അവനെ കൂടെ നമ്മുടെ കൂടെ കൂട്ടണമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. വേണ്ടടാ വീട്, നാളെ ഏതൊക്കെയാലും അവൻ്റെ ദിവസമല്ല, അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുക. ഇങ്ങനെ ശ്രീനിവാസിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന വഴിക്ക് പറയും കേട്ടോ, അവൻ്റെ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ട് കാരണം ആരാന്ന് ചോദിക്കുവേ. അപ്പോൾ പറയും വേദയുടെ ആങ്ങളെയാന്ന് പറയും കേട്ടോ. വേദയുടെ ആങ്ങളെയോ? അത് അവൻ അറിയുമെന്ന് ചോദിക്കുക. അത് അവൻ അറിയാം, അവൻ ശ്രീനി സാറിനോട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്തതാന്ന് പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ, എന്നിട്ട് അത് മഹാ മോശമായി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലുട്ടാപ്പിയും ജോസഫും ഒക്കെ വീണ്ടും വിക്രത്തിൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ സഖാവ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, അവൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുവേ. നീ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കിനും പറയുന്നുണ്ട്, അവൻ പൊളിക്കും പറഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ട് അനിയൻകുട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, അവനാ കുട്ടീനെ ഇഷ്ടമല്ലേ? അതൊന്നുമല്ല, അവനാ കുട്ടിയോട് ഇഷ്ടം കൂടിയത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ജീവിതം അവൻ്റെ കൂടെ നശിച്ച് കാണുമെന്ന് അവന് ആഗ്രഹിക്കുന്നില്ല. അതുതന്നെ മെയിൻ കാരണം. പ്രേമം കത്തിജ്വലിച്ച് ആസിഡ് ഒഴിക്കുന്നവരെയും ബന്ധം പിരിയുന്നവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവളോടുള്ള സ്നേഹം മൂത്ത് അവൻ അവളെ കളയുന്നതാണെങ്കിലോ, എന്താണെങ്കിലും മുഹൂർത്താവട്ടെ, നമുക്ക് നോക്കാടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജോസഫ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കോരിച്ചൊരിയുന്ന മഴയാണ്. നമ്മുടെ വേദ ഇങ്ങനെ റൂമിലിരിക്കുക കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ. അപ്പോൾ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വേദ മഴ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. ഒരു ഇടിയും മിന്നലും വാളും ഒക്കെ ഉണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ. എന്നിട്ട് മഴയെ പേടിച്ചിട്ട് വേദ ഇങ്ങനെ ജനൽ അടയ്ക്കുവാണ്. അന്നത്തേക്കിനും പിന്നെ വേദ ഇങ്ങനെ ഓർക്കുവാണ്, അന്ന് മഴ നനഞ്ഞ് രാത്രിയിൽ ആ വീടിൻ്റെ വക്കത്തിരുന്നിട്ട് കരയുന്നതും ഒന്നും ആ രാത്രിയിൽ അത്രയും ഇടിയും മിന്നലും വാളും ഒക്കെ ഉണ്ടായിട്ട് ഒരു പേടിയില്ലാതെ അവിടെ നിന്നതും ഒക്കെ ഇങ്ങനെ ഓർത്തിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വേദയ്ക്ക് അങ്ങനെ സങ്കടം വരിക കേട്ടോ. വേദ ഇങ്ങനെ കരയുകയാണ് കേട്ടോ. സന്തോഷ കണ്ണീരാണോ സങ്കട കണ്ണീരാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല.
അപ്പോഴത്തേക്കിനും കണ്ണീരൊക്കെ തുടച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ശ്രീജേടത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ എന്താ കരയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അടുത്ത് തന്നെ ശ്രീജയുടെ അടുത്ത് തന്നെ വേദ ഇരിക്കും കേട്ടോ. ശ്രീജേടത്തി, ഞാൻ നേരത്തെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോഴൊന്നും എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നെന്തോ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീജേടത്തിയുടെ തോളിലേക്ക് ഇങ്ങനെ തലയൊക്കെ ചായച്ച് വെച്ചിട്ട് കരയുകയാണ് കേട്ടോ. മോളെ, ഇനി ഇത്രയും നാൾ നിനക്ക് സഹിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നിൻ്റെ സങ്കടം എല്ലാം മാറും. ഈ വീട്ടിൽ പുതിയൊരാളാകും നീ എന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിച്ചിട്ടാണ് നമ്മുടെ ശ്രീജേടത്തി പോകുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ വേദ ഇങ്ങനെ ഓർക്കുന്നുണ്ടോ വിക്രത്തിൻ്റെ കാലിങ്ങനെ തിളച്ച് ചായ ഒഴിക്കുന്നതും, പിന്നെ ഗുണ്ടയുടെ അടുത്ത് പോയിട്ട് വേദയുടെ കൈയൊക്കെ പൊടിച്ച് ഉയർത്തിയിട്ട് അവരെ തല്ലുന്നതും, നമ്മുടെ ബൈക്കിൻ്റെ പുറകിലൂടെ ഇരുന്നിട്ട് വേദ ഇങ്ങനെ സഞ്ചരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിക്രം ഒന്ന് വീഴാൻ പോകുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ താങ്ങി പിടിക്കുന്നതും, അതുപോലെ വേദനെ തല്ലാൻ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കറണ്ടിൻ്റെ ഇതിൻ്റെയൊക്കെ കൈയൊക്കെ തട്ടുന്നതും, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് ഓർക്കുവാണേ. ഇങ്ങനെ നമ്മുടെ വിക്രവും ഇതിനിടയ്ക്ക് ഇങ്ങനെ ജനലിലൂടെ മഴയൊക്കെ പെയ്യുന്നത് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിങ്ക് കളർ ഷർട്ടും അതുപോലെ തന്നെ കരയുള്ള മുണ്ടുമൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് വേദ ആലോചിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിക്രവും ഇങ്ങനെ ആലോചിക്കുവാണ്. വേദ ഹെൽപ്പ് ചെയ്യുന്നതും വേദ താങ്ങി പിടിക്കുന്നതൊക്കെ വിക്രവും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ശ്രീജേടത്തി വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇനി വരാനിരിക്കുന്ന സന്തോഷത്തിൻ്റെയാണ്, അതുകൊണ്ട് സങ്കടപ്പെട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദയുടെ അച്ഛനിങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിനും പോകാനൊക്കെ ഇറങ്ങി എല്ലാവരും റെഡിയായി ഓരോരുത്തരെ വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതെന്താ കാണിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ, നീ എങ്ങോട്ട്, എന്തായി അച്ഛൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ, ഇതിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മയും അതുപോലെ തന്നെ പത്മമൊക്കെ അങ്ങോട്ടേക്ക് റെഡി ആയിട്ടാണ് വരുന്നത്. മഞ്ഞ സാരിയൊക്കെ കൊടുത്തിട്ടാണ് പത്മം. അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും പച്ച സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടാണ്. അതുപോലെ തന്നെ എല്ലാവരും ദീപ്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ ശ്രീകാന്ത് ഒരുങ്ങിയിട്ടില്ലേ, വൈഫിനെ വിളിക്കാത്തതിൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട്. ഇത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അച്ഛനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവൻ കല്യാണമൊന്നും കഴിക്കത്തില്ല, അവൻ വെറുതെ നമ്മളെ നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി നിന്ന് വാദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് എല്ലാവരും കൂടെ ഈ കാര്യം പറഞ്ഞ് പോകാതിരുന്ന് അവരെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടൊന്നും ശ്രീകാന്ത് വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന് അച്ഛൻ വരണ്ട, അച്ഛൻ പിന്നീട് വന്നാൽ മതി, ഞങ്ങൾ മൂന്നാളും കൂടെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കിനും അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്നേ, അച്ഛനില്ലാതെയാണോ കല്യാണം നടത്തുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. നേരത്തേക്കിനും എല്ലാവരും പിന്നെ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ഇവിടെ നിൽക്കട്ടെ, അവിടെ ചെന്നതിന് ശേഷം കല്യാണം നടക്കുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന് വിവരം അറിയിക്കാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പറയാം അച്ഛൻ എന്തോ ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു, അതിന് പോയി കുറച്ച് നേരം കഴിയുമ്പോൾ വരാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ പോവുകയാണെങ്കിൽ അച്ഛൻ അവിടെ തന്നെ ഇരിക്കുവാണേ. പിന്നീട് നമ്മുടെ വേദയുടെ അച്ഛനാണ് ദീപ്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ, എല്ലാം മംഗളമായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, അതല്ല പരിഹാരം എന്തെങ്കിലും അവിടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാനാണ്, എന്നെ അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല, നിങ്ങൾ പോയിട്ട് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ മണ്ഡപമാണ് കാണിക്കുന്നത്. കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മണ്ഡപമൊക്കെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. നിലവിളക്കൊക്കെ വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ മോളാണെങ്കിൽ പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഓടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമ്മുടെ ശ്രീജേട്ടി അപ്പോഴത്തേക്കിനും മോളെ അന്വേഷിച്ച് വരുന്നുണ്ട്. വിശ്വട്ടനാണെങ്കിൽ വരുന്നവരെ എല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. വിനായകേട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പിന്നെ ഇങ്ങനെ വരുന്നവരൊക്കെ കുശുക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തോടു കൂടി ആ വിക്രം ആ കുട്ടീനെ 3ാമത്തെ കല്യാണം കഴിക്കാൻ പോണത്. ഇനി ആരും അഴിക്കാൻ ശ്രമിച്ചെന്നാലും അത് അഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ആൾക്കാരും പറയുന്നുണ്ട്. 3ാമത്തെ കേട്ടോ, അതേന്നെ മാഷിൻ്റെ തറവാട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മാലയൊക്കെ ഇട്ടതല്ലേ, ഒന്നും പറയാതിരിക്കുന്ന ഭേദമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടുകാരും വരുന്നത്. പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ മേലോട്ട് പോയ കിളിയെ പോലെ അണ്ടിപോയ അണ്ണാനെ പോലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നേരത്തേക്ക് എടാ നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, നിൻ്റെ നാളെ കെട്ടല്ലേ, റെഡി ആവണ്ടേ, എന്തിന് 6 പടിഞ്ഞാറ് അടിയന്തരത്തിന് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നത്തേക്കും നമ്മുടെ ജോസഫേട്ടനെ എണീച്ചിട്ട് പറയുക, അങ്ങനെയാണെങ്കിൽ നീ ഇതൊക്കെ എന്തിനാ ഇവിടം വരെ എത്തിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ആരും ഞാനൊന്നും ഇങ്ങനെ വിക്രം ചോദിക്കും, അല്ലാണ്ട് പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരാ ഇത്രയും വരെ എത്തിച്ചതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അതാ തള്ളയാന്നൊക്കെ പറയുവേ. ആ തള്ളയും അവളും കൂടെ നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ ഇരുത്തുവാണേ. പറ്റില്ലെങ്കിൽ നേരത്തെ ഇതങ്ങ് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ജോസഫും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലുട്ടാപ്പ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ, നിനക്ക് അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ നീ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയുന്നത്. വേദയോട് നിൻ്റെ ഉള്ളിൽ ശരിക്കും ഇഷ്ടമുണ്ട്, അവളുടെ ജീവിതത്തിന് ഒന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഈ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇഷ്ടമോ അവളോടോ, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ, ഈ കണക്കിന് പോവുകയാണെങ്കിൽ തലയ്ക്ക് ഓളം വെട്ടുന്നത് നിനക്ക് തന്നെയായിരിക്കും എന്നും ലുട്ടാപ്പിയും പറയുന്നുണ്ട്.
എടാ വേദേനെ മോശം കുട്ടിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആ ശരി ആര് പറഞ്ഞു അത്രയും നല്ല കുട്ടിയൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനിയൻകുട്ടി പറയുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ ഞാനും പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയാൻ നിങ്ങൾ പറഞ്ഞത് എനിക്ക് അവളോട് ഇഷ്ടമുണ്ടെന്നാ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ല ഇല്ല 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 അപ്പോൾ ബഹുമാനം ഉണ്ടോ ബഹുമാനം ഉണ്ട് എന്നിങ്ങനെ പറയുവേ. അല്ല ബഹുമാനമുള്ളവരെ നമ്മളൊരു കയ്യകലത്തിലാണല്ലോ നിർത്തുക. ഭാര്യയാകുമ്പോഴത്തേക്കിനും അടുത്ത് കൂട്ടി പിടിക്കണ്ടേ. അത് ഒഴിവാക്കാനാണോന്ന് അറിയാനാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഞൊട്ട വിട്ടുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനിയൻകുട്ടി പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുന്നത് ദേ അനിയൻകുട്ടാ എനിക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട് കേട്ടോ, ഒറ്റ ചവിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ടേ. എന്നാൽ പിന്നെ എണീച്ച് നിന്നിട്ട് എല്ലാവരോടും ഇറങ്ങി പോകാൻ പറ. ഇത് എല്ലാ കാര്യം ഒപ്പിച്ച് വെച്ചിട്ട് ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ഇപ്പം എന്നെ ഉണ്ടാക്കാനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ. അത് തന്നെയാണ് ചെയ്യാൻ പോണത്. നാളെ ആവട്ടെ കല്യാണ ദിവസം കല്യാണ സമയത്ത് താലി കോർത്തി തരുന്ന മാല ഞാൻ വലിച്ചെറിയാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അനിയൻകുട്ടൻ അങ്ങ് ദേഷ്യം വന്നിട്ട് കൈ കൊണ്ടൊക്കെ ജോസഫിനെ കാണിക്കുന്നുണ്ട്. ഇവൻ എന്ത് കുറുണ്ടായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് താലി വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ് എന്ന് അവൾ അവളുടെ പാട്ടിന് പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ജോസഫിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇത് നീ എന്ത് ഭാവിച്ചുകൊണ്ടാണ് ഒരു പ്രാവശ്യം നീ പരസ്യമായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് ബലമായിട്ട് താലി കെട്ടി ആ കുട്ടീനെ അപമാനിച്ചു, വീണ്ടും അപമാനിക്കാനാണോ നിൻ്റെ പുറപ്പാട് എന്നിങ്ങനെ ചോദിക്കുവേ. ഇത്രയും ആളുകളൊക്കെ വിളിച്ചു കൂട്ടി വീണ്ടും അപമാനിക്കാനുള്ള പുറപ്പാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അപമാനിച്ചത് ഇത്രയും ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയത് ഞാനാണോ പറ എന്ന് പറയുക. അന്നേരത്തേക്കിന് ഈ ചോദ്യം നീ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. അനിയൻകുട്ടൻ പറയുന്നുണ്ട് നീ പോയിട്ട് നിൻ്റെ അച്ചമ്മയോട് ചോദിക്കേ, അവരല്ലേ ഇതെല്ലാം വിളിച്ചു കൂട്ടി ചെയ്തത്, അവരോട് പോയി ചോദിക്കാൻ പറയേ. വിക്രം തൽക്കാലം ഈ ചടങ്ങ് നടക്കട്ടെ, അല്ലാതെ ആ കുട്ടിയാണെങ്കിൽ വല്ലാതെ തകർന്നു പോവില്ലേ, നീ എന്താ ചെയ്യുന്നത്. അപ്പം ഞാൻ തകർന്നോട്ടെ അല്ലേ. അത് നീ എന്തിനാ തകരുന്നത്. എടാ അവൾ ഇവിടെ കയറി വന്നത് തന്നെ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കല്യാണം കൂടി കഴിഞ്ഞാൽ അവൾ എന്നെ നരയിപ്പിക്കും. ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇഞ്ചിഞ്ചായി ചാവേണ്ടി വരും എന്നൊക്കെ പറയുകയാണേ. അപ്പോഴത്തേക്കിനും പതിയെ അനിയൻകുട്ടൻ ഇരുന്നിടത്തുനിന്ന് എണീച്ചിട്ട് പറയും നീ എന്തെങ്കിലും കാണിക്ക്, ഞങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞോടെ വരാം. അപ്പോഴത്തേക്കിനും നീ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയേണ്ടതെന്നറിയാതെ കൂട്ടുകാർ വെളിയിലോട്ട് പോവുകയാണേ. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട് ശ്രീനി സാർ എന്താണെങ്കിലും കല്യാണത്തിന് വരത്തില്ലെന്ന് കൂട്ടമെന്ന് പറയുന്നുണ്ട്. അത് നന്നായി. എന്നിട്ട് എല്ലാവരുടെയും കൂടെ ചേർന്നിട്ട് ശ്രീനി സാറും കൂടെ അവളുടെ ഭക്ഷണം ചേർന്ന് നിന്ന് സംസാരിക്കത്തില്ലല്ലോ എന്നും നമ്മുടെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരങ്ങോട്ടേക്ക് പോയതിന് ശേഷം വാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അതിനുശേഷം നമ്മുടെ വിക്രം ആണെങ്കിൽ തേച്ചിട്ടിരിക്കുന്ന ഷർട്ടിലും മുണ്ടിലും ഒക്കെ നോക്കിയിട്ട് ആകപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പം നമുക്ക് നാളെ അറിയാം കല്യാണത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. എന്താണെങ്കിലും കല്യാണം നടക്കും കേട്ടോ. അതിനുള്ള വഴിയൊക്കെ നമ്മുടെ ശ്രീനിവാസൻ സാർ ഒപ്പിക്കുന്നുണ്ട്. സൂപ്പർ അടിപൊളി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്